എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പറയാനുള്ളത് ദ്വാദശിയാണ്. ഇന്നലെ തിരുവല്ലാമല ഏകാദശിയായിരുന്നു. രാമചന്ദ്ര പ്രഭുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇത്രയും ഈ കുംഭമേളയിൽ ഞങ്ങൾ വിചാരിച്ചതുപോലെ എല്ലാവർക്കും കാര്യങ്ങൾ നടത്താൻ പറ്റി. വളരെ സന്തോഷവും സമാധാനത്തോടു കൂടി ഞങ്ങൾ പോണത്. ഈ ഉണ്ണിക്കണ്ണനെ കൂടി നമ്മൾ അമ്മയുടെ ഉണ്ണിക്കണ്ണനെ കൂടി നമ്മൾ ഇന്ന് ഗംഗാ തീർത്ഥത്തിൽ, അതായത് ആ ത്രിവേണി സംഗമത്തിൽ ഞങ്ങൾക്ക് മുങ്ങി കുളിക്കാൻ പറ്റി. ആ ഒരു അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ദ്വാദശി പാരണ വീടുന്നതിന് മുൻപ് അത് നിങ്ങൾക്ക് ഇന്നലെ എല്ലാവരും തിരുവല്ലാമല ഏകാദശി എടുത്തു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്നത്തെ ഏകാദശിയിൽ ഇവിടെ വന്ന് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും 10 പേരടങ്ങുന്ന ഞങ്ങളുടെ സംഘത്തിന് ഞങ്ങളൊക്കെ ത്രിവേണി സംഗമത്തിൽ മുങ്ങി കുളിക്കാനും ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത്രയും ഈ പുണ്യഭൂമിയിൽ കാല് ചവിട്ടാൻ പറ്റുമെന്ന് ഞങ്ങൾ വന്ന 10 പേരും വിചാരിച്ചില്ല. ഈ അമ്മ, ഇവരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ഉണ്ണിക്കണ്ണൻ്റെ അമ്മ മിനിഞ്ഞാന്നാണ് ദ്വാരക, അതായത് വൃന്ദാവനം കണ്ട് വന്ന അമ്മ, ഈ യു പിന്ന് പോയ അമ്മ പിറ്റേ ദിവസം ആ യു പിയിലേക്ക് തന്നെ തിരിച്ച്. അത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. പാലക്കാട് കിടക്കുന്ന എനിക്ക് 9 ആൾ തികഞ്ഞു. ഒരാൾ 12 മണി തൊട്ട് 1 മണി വരെയുള്ള തീരുമാനമായിരുന്നു. 1 മണിക്കൂറിനുള്ളിലാണ് ആ തീരുമാനം എടുത്തത്. ഒക്കെ ഈശ്വരന്റെ കൃപാന്നേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സന്തോഷത്തോടെ ഉണ്ണിക്കണ്ണന് ഞാനങ്ങനെ ദീപം കാണിക്കുകയാണ്. കണ്ണനെ കാണിച്ചുകൊണ്ട്